നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ വലിയ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോട്ടയത്തും അതോടൊപ്പം തന്നെ ഇടുക്കിയിലുമാണ് എങ്കിൽ പോലും എറണാകുളത്തും ഇപ്പോൾ ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നഗരപ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഇടം ആണ്. നേരത്തെ ഡാനി അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ്. അതേസമയം നമ്മൾ തന്നെ കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ കടൽക്ഷോഭം അതിരൂക്ഷമാവുകയും അങ്ങനെ റോഡ് ഉൾപ്പെടെ എടുത്തു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇനിയിപ്പോൾ ഡാനിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡാനി, എറണാകുളത്ത് തീരപ്രദേശങ്ങളിലും എന്താണ് സാഹചര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നഗരം, അതായത് വലിയ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നഗരപ്രദേശങ്ങളിലുമുണ്ടല്ലോ. അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു ചിത്രം എന്താണ്? അഭിലാഷ, എറണാകുളത്ത് മഴ ഇപ്പോൾ കുറച്ചു നേരമായിട്ട് ഒരു താൽക്കാലികമായ ശമനമുണ്ടെങ്കിലും കൂടിയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ, കാരണം മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. മഴ സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പെരിയാറിൻ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മളുള്ളത് ആലുവയിലാണ്. ആലുവ പെരിയാറിന്റെ തീരത്തുള്ള മണപ്പുറത്താണ് നമ്മൾ ഉള്ളത്. ഇവിടെ നമുക്ക് ശിവക്ഷേത്രവും അതിന്റെ ചുറ്റുപാടുകളും എല്ലാം കാണാം. നമ്മൾ പലപ്പോഴും ഇതിന്റെ ഒരു ഈ വെള്ളം ഉയരുമ്പോൾ അല്ലെങ്കിൽ മഴ ശക്തമാകുമ്പോൾ പെരിയാറിലെ നീരൊഴുക്ക് കൂടുമ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു അളവ് എന്നതെല്ലാം തന്നെ പറയുന്നത്, നമ്മളിവിടെ വന്ന വെള്ളം എത്ര കയറി എന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇപ്പോഴത്തെ ഒരു ദൃശ്യങ്ങൾ ഇതാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു പൂജാ ചടങ്ങ്, ഈ ക്ഷേത്രത്തിന്റെ വളപ്പ് അത് പൂർണ്ണമായും തന്നെയും വെള്ളത്തിലാണ്. സ്വാഭാവികമായും ഇവിടെ ജലനിരപ്പ് ഉയരുമ്പോൾ അത്രത്തോളം തന്നെ കയറാറുണ്ട്. ഇപ്പോൾ പെരിയാറിലെ നീരൊഴുക്ക് കൂടിയെന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ഇടുക്കി, അതോടൊപ്പം തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെയും ജലനിരപ്പ് ഉയരുമ്പോൾ, മഴ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും പെരിയാറിലേക്ക് എത്തും. അത് നീരൊഴുക്ക് അതിശക്തമാവുകയും ചെയ്യും. ഒപ്പം ഭൂതത്താൻ അണക്കെട്ട്, അതിന്റെ കൂടുതൽ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് അതിന്റെ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. ഏതാണ്ട് 17ഓളം ഷട്ടറുകളുണ്ട്. അതിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അത് ക്രമീകരണങ്ങൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്യും. അതുകൊണ്ട് പെരിയാറിലെ ജലവിധാനം അതിൽ വലിയ രീതിയിലേക്ക് മാറ്റമുണ്ടാകും. ഇപ്പോൾ കാണുന്നതനുസരിച്ച് ഇപ്പോൾ ഇതിന്റെ ക്ഷേത്രത്തിൻ്റെതായ ആ ഒരു നിരപ്പിനൊപ്പം തന്നെ ആ വളപ്പം പൂർണ്ണമായി മുങ്ങി. ഈ നിരപ്പിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പെരിയാർ ഒഴുകുന്നത്. അതിശക്തമായ രീതിയിലുള്ള ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ഉയരുകയാണെങ്കിൽ അത് ഏറ്റവും അടുത്ത ബാധിക്കുക എന്ന് പറയുന്നത് ഏലൂർ മേഖലയിലാണ്. അതിന്റെ ഒരു മുട്ടാർ പുഴയുടെ ഇതിന്റെ പെരിയാറിന്റെ കൈവഴിയായ മുട്ടാറിലേക്കടക്കം വെള്ളം കൂടുതലായി എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഏലൂരിലെ ബോസ്കോ കോളനി തുടങ്ങിയ അടക്കമുള്ള മേഖലകളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെയും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ വരികയും ചെയ്യും. ഏറ്റവും ആദ്യം അവിടെ നിന്നായിരിക്കും സാധാരണഗതിയിൽ ആളുകളോട് മാറി താമസിക്കാനായിട്ട് ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുക. എന്തായാലും ഇപ്പോൾ ഈ പെരിയാറിന്റെ ദൃശ്യങ്ങൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ജില്ലയുടെ മറ്റിടങ്ങളിലേക്ക് വന്നാൽ കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്ത ഈ മേഖലകളിൽ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെയും മണികണ്ഠൻ, ചപ്പാത്ത് അടക്കമുള്ള മേഖലകളിൽ പൂർണ്ണമായും വെള്ളം മുങ്ങിയത് മൂലം നിരവധിയായ ആദിവാസി മേഖലകൾ അവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മണികണ്ഠൻചാൽ, കല്ലേലിമേട്, മലയോര ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഈ മേഖലകളിലെ റോഡുകൾ വെള്ളക്കെട്ട് പിടികൂടിയതുകൊണ്ട് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനടക്കം എത്തുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുണ്ട്. കോതമംഗലത്ത് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയടക്കം രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഒപ്പം ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ, ചപ്പാത്ത് അത് പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാകുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുന്നു. ജില്ലയുടെ ഒരു കിഴക്കൻ മേഖലയിലാണ് കൂടുതലായും തന്നെയും മഴ ശക്തിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ജില്ല മറ്റിടങ്ങളിലേക്ക് വരുമ്പോൾ, കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഒരു ആശ്വാസമുള്ള ഇതാണ്. കാരണം ഒരു ശക്തമായൊരു മഴ
ഉണ്ടായി, രാത്രിയിലെല്ലാം തന്നെ ഉണ്ടായെങ്കിലും രാവിലെയോടെ എത്തുമ്പോൾ കുറെ കൂടി ആശ്വാസകരമായ ഒരു സാഹചര്യം രാവിലേക്ക് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്ത്ത് രാവിലെ ഉണ്ടായിട്ടില്ല എന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ആശ്വാസകരമായ ഒരു കാര്യമാണ്. വലിയ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും നഗര കേന്ദ്രീകൃതമായിട്ട് രൂപപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ജില്ലയുടെ തീരമേഖല, പ്രത്യേകിച്ച് കണ്ണമാലി പോലുള്ള മേഖലകൾ, വൈപ്പിൻ, എടവനക്കാട് പോലുള്ള മേഖല, അവിടേക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലാക്രമണത്തിനടക്കമുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ അടക്കമുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം അടക്കം നേതൃത്വത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുകളടക്കം സജ്ജമായ ഒരു സാഹചര്യമാണ് ജില്ലയിൽ. ആ രീതിയിലുള്ളൊരു വിപുലമായ തയ്യാറെടുപ്പടക്കം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നാശനഷ്ടമുണ്ടാക്കിയതെന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ വലിയ ആശങ്കകൾ ഉണർത്തുന്നത് കോട്ടയം മേഖലയിലാണ്. കോട്ടയം മേഖലയിലെ വലിയ രീതിയിൽ ഇന്നലെ രാത്രിയും എല്ലാം തന്നെയും അപ്രതീക്ഷിതമായ ഒരു മഴപ്പെയ്ത്ത് എന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കളത്തുക്കടവിൽ റോഡിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ കൊടുങ്ങൂർ മണിമൽ റോഡിലെ പനമൂട്ടിൽ തോട് കരകവിഞ്ഞു വെള്ളം കയറുന്നു. ഇതുവഴി വന്ന കാറ് ഒഴുക്കിൽപ്പെട്ടു. മീനച്ചൽ താലൂക്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് യോഗമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. കിഴക്കൻ മേഖലയിൽ അപ്രതീക്ഷിതമായ വലിയ ആഘാതമെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ തന്നെയാണ്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻപ്ലാവിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ 2 പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. വലിയ ചെളിയും മറ്റും ഈ മേഖലയിൽ അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പയ്യാനിത്തോട്ടിൽ ഒരു വീടിന് മേൽ മണ്ണ് വീണ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ പ്രതിസന്ധികൾ നമുക്ക് കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ട്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ അടക്കമാണ് കൂടുതലായും മഴ പെയ്ത്ത് ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ച് അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ജനപ്രതിനിധികളുടെ മറ്റു നേതൃത്വത്തിൽ അത്തരം ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മധ്യ കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഇടങ്ങളായിട്ട് ഇടുക്കിക്ക് പുറമെ തന്നെ കോട്ടയവും മാറിയിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് വലിയ രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചില്ല എങ്കിൽ കൂടിയും മഴയുടെ ഒരു ശക്തമായ ഭീഷണി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ്. ഈ രീതിയിൽ മഴ വരും ദിവസങ്ങളിൽ തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ ഒരു മുന്നോട്ട് പോക്ക്. ഏതായാലും ജില്ലയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. അത് മറ്റ് കിഴക്കൻ മേഖലകളിലെ മഴ പെയ്ത്ത് കൂടുന്നതുകൊണ്ടും ഭൂതത്താൻ അണക്കെട്ടിന് തുറന്നതുകൊണ്ടുമുള്ള ഒരു സാഹചര്യങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അഭിലാഷ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ മധ്യ കേരളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ആണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങളുള്ളത്. പക്ഷേ എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലും മഴ ശക്തമാണ്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവയിൽ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആലുവ മണപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്തും കൊല്ലത്തും എല്ലാം മഴക്കെടുതികൾ ഉണ്ട്. പക്ഷേ അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച 3 ജില്ലകളിൽ ആണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതേസമയം വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.